മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ഈ മോർണിംഗ് എനിക്ക് വലിയ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ഒന്നുമല്ല. ബിക്കോസ് മ്യൂണിക്കിൽ നിന്നും ദോഹയിലേക്ക് എനിക്ക് ഇന്ന് തിരിച്ച് ഫ്ലൈറ്റ് ഉണ്ട്. സോ വേക്കപ്പിന് ഏതാനും അവേഴ്സിന് മുന്നേ ഞാൻ എണീറ്റതോ കോൾഡ് സോറും കൊണ്ടാണ്. ഇപ്പം ഞാൻ പോകുന്നത് കോൾഡ് സോറിന് മെഡിക്കേഷൻ വാങ്ങാൻ അപ്പോത്തിക്കിലാണ്. ഇവിടെ ജർമ്മനിയിൽ അപ്പോത്തിക്കി എന്ന് പറയുന്നത് ഫാർമസിയാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ എന്തായാലും മെഡിക്കേഷൻ വാങ്ങി. മെഡിക്കേഷന് തന്നെ ഏകദേശം 24 പൗണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ കിളി അങ്ങ് പറന്നു. എന്തായാലും നല്ല പെയിൻ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും മെഡിക്കേഷൻ എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഒരു ഓയിൽമെൻറ്റും തന്നു. അത് രണ്ടും വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടെ നിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. ഹനൂറ്റ എന്നാണ് ഈ ചോക്ലേറ്റിൻ്റെ പേര്. ഈ ഷോപ്പിന്റെ പേരൊന്നും എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഞാൻ അത്യാവശ്യം പൊതുവെ ഞാൻ വാങ്ങുന്നത് ലൈക്ക് ഒരു ഫ്യൂ മന്ത്സ് എഗോ ഞാൻ ഈ മ്യൂണിക് ചെയ്ത ടൈമിൽ ഞാൻ വാങ്ങിയത് വേറൊരു ടൈപ്പ് ഓഫ് പാക്കറ്റ് ആയിരുന്നു. ഇന്നിപ്പം ഞാൻ അവിടെ തപ്പിയിട്ട് എനിക്ക് പാക്കറ്റ് ഉള്ള വിചാരിച്ച പാക്കറ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ബട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബട്ട് ഞാനൊരു ലൈക്ക് ബേസിക് ഫ്ലേവേഴ്സ് തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ വന്നു. കാരണം അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ആസ്പരാഗസിന് വളരെ വിലക്കുറവാണ്, അതും ചെറിക്കും ആസ് കമ്പയർഡ് ടു ദോഹ. അപ്പം ഞാൻ അവിടെ നിന്ന് അതും വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ട്രെയിൻ സ്റ്റേഷനുണ്ട് തൊട്ടടുത്ത്, അവിടേക്ക് പോയി ഞാൻ കോഫിയൊക്കെ വാങ്ങിച്ച് മൊബൈൽ ജസ്റ്റ് ഞാനൊന്ന് തുറന്നപ്പോഴത്തേക്കും അത്ര വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസല്ല ഞാൻ കണ്ടത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷായില്ലേ, അതിനെപ്പറ്റിയാണ്. അപ്പം തന്നെ എൻ്റെ മൈൻഡ്, എൻ്റെ ഉള്ള എല്ലാ കിളിയും ഞാനങ്ങ് പറന്നുപോയി. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്ലൈറ്റിൽ ഓപ്പറേറ്റിംഗ് ക്രൂ ആയിരുന്നു. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ പിന്നെ ഞാൻ ബാക്ക് ടു ദോഹ വന്നു. അതിനുശേഷം ഞാൻ ഗ്രൂമിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി 5 days എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നും നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. കാരണം എനിക്ക് നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു.